ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടാകില്ല. ഇല്ല. അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ആശയം പിന്നീട് വന്നപ്പോഴാണ് വെൽഫെയർ പാർട്ടിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് മേടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വിലക്കയറ്റം അനുഭവിക്കുന്നവരിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷം ഇല്ലല്ലോ. ഈ നാട്ടിൽ മനുഷ്യന് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വില നാട്ടിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ വില മാത്രം ദിവസം പ്രതി താഴേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഇല്ല. BJP കാലാകാലങ്ങളിൽ എന്താണോ കേരളത്തിലെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യം, അത് തന്നെയാണെന്ന് CPIM ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലൊരു ധാരണയുണ്ട് എന്ന് വളരെ പച്ചയായി നമുക്ക് പറയാൻ സാധിക്കും. എഴുതി വെച്ചോളൂ, BJPയുടെ കഴിഞ്ഞ, അതായത് ഈ ന്യൂ ഏജ് ഇറയിലെ ഏറ്റവും മോശം അവസ്ഥയായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകും. കേരളത്തിൽ ജനാധിപത്യത്തെ ബോധമുള്ള, ഭരണഘടനയെ വിശ്വസിക്കുന്ന, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെന്നും മതേതരത്വം പുലരണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് പോലൊരു പ്രസ്ഥാനം ഇല്ലാതായാൽ കേരളം തകരുകയാണ്. കാരണം ആ സ്പേസ് പിന്നെ എടുക്കാൻ പോകുന്നത് ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് സംഘടനകളായിരിക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലം ഉഴുതുമറിക്കുകയാണ് പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും. ഇനി അവിടെ ആര് നെല്ല് വിതയ്ക്കും കൊയ്ത് മറിക്കും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ശ്രീ അബിൻ വർക്കി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലാവസ്ഥയാണ്. അതെ, തീർച്ചയായിട്ടും നല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ 100 മേനി ഞങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ചില സർവേകളിലൊക്കെ തന്നെ UDFന് മുൻതൂക്കമുണ്ടെന്ന് പറയുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഇഫക്റ്റ് നന്നായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് നേതാക്കളെല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില ക്യാമ്പുകളും യോഗങ്ങളും ഒക്കെ തന്നെ ഗുണം ചെയ്ത് കൂടുതൽ ഊർജം കൊടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 100-110 എന്നുള്ള ലക്ഷ്യമൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രാപ്യമായ അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടാർഗറ്റാണ് 100 അല്ലെങ്കിൽ 110? ഞങ്ങൾ 2001 ഞങ്ങൾക്ക് 99 സീറ്റ്, ഏതാണ്ട് 100 സീറ്റിനടുത്ത് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിൽ ഇന്ന് എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയം ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പിലുള്ള ഒരു വഴികാട്ടിയാണ്. അതിലുപരിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായിട്ട് ഏതൊരു മോശം അവസ്ഥയിലും CPM വലിയ അപ്രമാദിത്യം പുലർത്തിക്കൊണ്ടിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ ഞങ്ങൾക്ക് ആ അപ്രമാദിത്യം നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂലമായ മേഖലകളിൽ എല്ലായിടത്തും തന്നെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ട്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ജനവികാരത്തോടൊപ്പം തന്നെ ഈ സർക്കാർ കഴിഞ്ഞ 9.5 കൊല്ലമായി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം. അപ്പോൾ അത് സർക്കാർ തന്നെ പലപ്പോഴും ഞങ്ങൾ വികസനത്തിൻ്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സർക്കാർ എന്താണ് 9.5 കൊല്ലമായി ഈ സർക്കാരിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഒരു പ്രൈം പ്രോജക്റ്റ് ഏതാണ്? അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങളുടെ ആ ഒരു വലിയ കുത്തൊഴുക്ക് അത് UDFൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകും. UDF കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത ആ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട്, അവരുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം പ്രാപ്തിയിലേക്ക് വരുമ്പോൾ അത് 100ന് മുകളിലേക്ക് വരും. അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു ന്യൂനപക്ഷ വോട്ടുകൾ UDFന് വലിയ രീതിയിൽ അനുകൂലമാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. അല്ല, അങ്ങനെയല്ല. ഭൂരിപക്ഷ വോട്ടുകളെന്നില്ല. അതായത് ഇപ്പോൾ വിലക്കയറ്റം അനുഭവിക്കുന്നവരിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷം ഇല്ലല്ലോ. എല്ലാവരുടെയും വീട്ടിലേക്ക് പാല് മേടിക്കുമ്പോൾ വില കൂടുന്നുണ്ട്, കുക്കിംഗ് ഗ്യാസിൻ്റെ വില കൂടിയിട്ടുണ്ട്, KCBയുടെ ചാർജ് കൂടിയിട്ടുണ്ട്, വെള്ളക്കരം ഉയർത്തിയിട്ടുണ്ട്, നമ്മുടെ വീട്ടുകാരം ഉയർത്തിയിട്ടുണ്ട്, ലാൻഡ് ടാക്സ് ഉയർത്തിയിട്ടുണ്ട്, പെട്രോളിൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ നാട്ടിൽ മനുഷ്യന് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വില നാട്ടിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ വില മാത്രം ദിവസം പ്രതി താഴേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഇല്ല. ഇതിനകത്ത് കേരളത്തിലെ പ്രബുദ്ധമായ ജനത അവരിതൊക്കെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവ്വ മേഖലയിലും അഴിമതികളുടെ കൂത്തരങ്ങായി മാറിയ ഒരു സർക്കാർ, എല്ലാ മേഖലയും കഴിഞ്ഞ അവസാനം സാക്ഷാൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വരെ കട്ടെടുത്ത സർക്കാർ, ഇതൊക്കെ കേരളം വിലയിരുത്തുകയാണ്. ഈ വിലയിരുത്തലിനൊടുവിൽ അവരത് വോട്ടായി പ്രതിഫലിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കേസുകളൊക്കെ തന്നെ
കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത് എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്? കാരണം ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, സ്വർണ്ണ കൊള്ള, അതിനുശേഷം അയ്യപ്പ സംഗമത്തിൻ്റെ കൊള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അനുകൂലമായ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് UDFൻ്റെ ഒരു ക്യാമ്പയിൻ മോഡ് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പാട്ട് എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ പാട്ടിനെതിരെ പോലും CPM-ന് ഒരു നിലപാട്, അതായത് പുരോഗമന പ്രസ്ഥാനമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന KPSC പോലുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ സാഹിത്യ കലാരംഗത്ത് വലിയ രീതിയിൽ പുരോഗമന ആശയങ്ങൾ കൊണ്ടുവന്ന CPIM പോലൊരു പ്രസ്ഥാനം ഒരു പാട്ടിനെ എങ്ങനെ ഈ നാട്ടിലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് ചിന്തിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻ മെറ്റീരിയലുകൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ നേതാക്കന്മാരുടെ കൃത്യമായ ഇടപെടലുകളും ഉണ്ടാകാം. അത് മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും, മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, സാമൂഹിക മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ജനങ്ങളുടെ ഇടയിൽ ഇതുണ്ടെന്നേ. ഇപ്പോൾ നടക്കാത്ത ഒരു പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് എഴുതുക. ഇപ്പോൾ എന്താ പറയുന്നത്, അതിന് ക്ലറിക്കൽ എറർ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയോ നമ്മളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നൊരു കണക്കാണ്. ഓഡിറ്റ് ചെയ്ത സ്ഥാപനം ദേവസ്വം കമ്മീഷണർക്ക് കൊടുത്ത്, കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്ത്, ആ സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പുവെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ടിലാണ് നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് ചെയ്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറ്റക്കാരാണോ? ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ, അതായത് ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഏതായാലും അയ്യപ്പ സംഗമം ഒറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു, ആ ഒരു ആവശ്യത്തിന് വേണ്ടി 1.25 ലക്ഷം രൂപയുടെ ഒരു കട്ടിലും ബെഡും മേടിച്ചതിനെ കണക്ക് ഈ റിപ്പോർട്ടിലുണ്ട്. മേടിച്ചു എന്നതിനെ ഇവർ തള്ളിപ്പറയുന്നില്ല. ആരാണ് ആ കട്ടിലിൽ കിടന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അന്ന് ഗസ്റ്റ് ഹൗസിൽ കിടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ അതുവരെയുള്ള കട്ടിൽ പോരാഞ്ഞ് വന്നുകൊണ്ടാണോ 1.25 ലക്ഷം രൂപയുടെ കട്ടിൽ മേടിച്ചത്? ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന CPM-ന് ഇതിൻ്റെ പാപക്കറയുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട് CPM പറയുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്. എല്ലാ CPM-കാരും സമ്മതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് 90 ദിവസം ജയിലിൽ കിടന്ന് കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ ബലത്തിൽ മാത്രം ജാമ്യം ലഭിച്ച 3 CPM നേതാക്കന്മാരുണ്ട്. പ്രധാനമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുണ്ട് പത്മകുമാർ, വാസുണ്ട്, മറ്റൊരു നേതാവുണ്ട്, 4 പേരുണ്ട്. CPIയുടെ നേതാവ് ഉൾപ്പെടെ 4 പേർ. ഇവരാരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഒരു പേരിനൊരു നടപടിയെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ജനം ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ സാധിക്കുമോ? ജനങ്ങൾ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കാണുന്ന ജനം അവർ വിലയിരുത്തും. അവർ കൃത്യമായ വിലയിരുത്തലുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അടൂർ പ്രകാശിനെ ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്ത വിഷയം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആൻ്റണിയിലേക്ക് സംശയത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നതായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് UDF-ലേക്ക് കൂടി, കോൺഗ്രസിലേക്ക് കൂടി ഇതിൻ്റെ ഒരു പാപഭാരം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അതോ യഥാർത്ഥത്തിൽ മാറി മാറി ഭരിച്ചവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇത് ഈ കൊള്ള നടക്കുന്നത് 2019 എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഇത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നിർവചിക്കപ്പെട്ടത്. കാരണം 2023 അന്ന് മെയിൻ്റനൻസിന് കൊണ്ടുപോകാൻ നേരത്ത് ഹൈക്കോടതിയുടെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അന്ന് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴാണ് അതിനു മുമ്പ് 2019 ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് നടന്നിട്ടുണ്ട് എന്നറിഞ്ഞതും അന്ന് ഇങ്ങനെ ഒരു തീവട്ടിക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ്. പിന്നെ ഇതിനകത്ത് കോൺഗ്രസിനെ വലിച്ചഴയ്ക്കാൻ ശ്രമിച്ചത് നോക്കൂ. ഇപ്പോൾ കോൺഗ്രസിനെ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രമാണ് ഒന്നാമത്തത്. സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രം എടുക്കുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എന്തെങ്കിലും ഒരു ഡ്യൂബിയസ് റെക്കോർഡ്, ഞാൻ മനസ്സിലാക്കുന്നത് 2016 മറ്റോ എടുത്ത ചിത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡ്യൂബിയസ് റെക്കോർഡ് ഈ പോറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഇനി വേണ്ട, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പിണറായി വിജയൻ ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണം കട്ടവരുടെ കൂടെ ഇല്ല, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പം ഇല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? പിണറായി വിജയനും ചിത്രം എടുത്തിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ താക്കോൽ ദാനം നടത്തിയപ്പോൾ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ നിന്നല്ലേ താക്കോൽ മേടിക്കുന്നത്. ഞങ്ങളപ്പോഴും വിശ്വസിക്കുന്നത് സംസ്ഥാന DGP-യും പിണറായി വിജയനും നടത്തുന്ന ഫംഗ്ഷൻ 2019 20 മറ്റോ ആണ്, അല്ലെങ്കിൽ അതിനു ശേഷമാണ്. അപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇയാൾ ഡ്യൂബിയസ് ആണ് എന്നുള്ള റിപ്പോർട്ടില്ല. സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. ഇയാൾ
ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊരു വ്യക്തി സോണിയാഗാന്ധിയുടെ കൂടെ 2016 യാതൊരു വിധത്തിലുള്ള ഡ്യൂബിയസ് റെക്കോർഡും 2020, 2021, 2022 വരെ ഇല്ലാത്തൊരു വ്യക്തി സോണിയാഗാന്ധിയുടെ കൂടെ 2016 ഒരു ചിത്രം എടുത്താൽ അതിനകത്ത് കോൺഗ്രസിനെ എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കും? ഒന്നാമത്തെ കാര്യം ഇതാണ്. ഓക്കെ. ഇനി രണ്ട്, ശ്രീ അടൂർ പ്രകാശിൻ്റെ കാര്യം. അടൂർ പ്രകാശിനെ എന്തിനാണ് ചോദ്യം ചെയ്തത്? ഇയാളുടെ കൂടെ ചിത്രം എടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രം എടുത്തത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് താക്കോൽദാനം നടത്തുന്നത്. പി ശശി ഇദ്ദേഹവുമായിട്ട് ചെവിയിൽ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. പി ശശിയെ ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ ഇതിനകത്ത് അതിനെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്ന്, ശ്രീ ആൻ്റോ ആൻ്റണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറഞ്ഞ ആരോപണം എന്താണ്? ഉദയഭാനു എന്ന CPM-ൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, തന്ത്രി അവിടുത്തെ ഫിനാൻസിൽ മറ്റേ NFC-യിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി 2 കോടി രൂപ ഇട്ടു. അതപ്പോൾ തന്നെ ആൻ്റോ ആൻ്റണി എടുത്തുകൊണ്ട് പോയി. ഇതായിരുന്നു ആരോപണം. ഈ ആരോപണം വന്ന ഉടനെ ഈ NFC-യുടെ ഉടമ, അയാളിപ്പോൾ LDF-ൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ഈ NFC-യുടെ ഉടമ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല. പക്ഷേ ആൻ്റോ ആൻ്റണി 2019 തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ CPM പറയുന്നത് എന്താ? തന്ത്രി ആദ്യം പറഞ്ഞത്, അല്ല, ഈ NFC-യുടെ ഉടമ ആദ്യം പറഞ്ഞത് എൻ്റെ സ്ഥാപനത്തിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അന്വേഷണ വിധേയമാക്കണം. പക്ഷേ ആൻ്റോ ആൻ്റണി പണം മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ആൻ്റോ ആൻ്റണി ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. സംസ്ഥാന SIT തന്നെ കണ്ടെത്തിയത് എന്താ? ആ സ്ഥാപനത്തിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല, മറ്റൊരു സ്ഥാപനത്തിലാണ് പണം ഇട്ടത്. ഇത് ഇവർക്ക് തെറ്റിപ്പോയതാണ് എന്നുള്ളത്. ഓക്കെ. ഇങ്ങനെ 3 കാര്യത്തിലാണ് കോൺഗ്രസുമായി ടച്ച് ചെയ്യാൻ ശ്രമിച്ചത്. ഈ 3ഉം തകർന്നടിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ SIT ഈ ദിവസം ഇന്നേ വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസുമായി ബന്ധമുള്ള ഒരാളെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെടുകയോ അറസ്റ്റിലാവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചോദ്യമായി മുന്നോട്ട് വയ്ക്കാം. ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഈ വിഷയം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം എന്ന് ഉറപ്പുണ്ടോ? അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടമുണ്ടോ ഇതിനകത്ത്? പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രഷർ ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം, ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നവംബർ 2-ാം തീയതി പറഞ്ഞു, ചില ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞു. നവംബർ 5-ാം തീയതിയാണോ 6-ാം തീയതിയാണോ ഹൈക്കോടതിയുടെ ഒരു കമൻറ്റ് വന്നു, എന്തുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല, അന്വേഷണ സംഘം മെല്ലപ്പോക്കാണ് എന്ന് പറയും. ഇത് കൃത്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താ? നവംബർ 11-നും 13-നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനു മുമ്പ് കടകംപള്ളിയെ ചോദ്യം ചെയ്യരുത്. അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തിന്മേൽ അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കാനുള്ള സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പൂർണ്ണമായ കുറ്റപത്രം കൊടുക്കണ്ട, പക്ഷെ പ്രാഥമികമായ കുറ്റപത്രം കൊടുത്താൽ പോലും ഇവരാരും ജയിൽ മോചിതരാകില്ലായിരുന്നു. പക്ഷേ പ്രാഥമികമായ കുറ്റപത്രം പോലും കൊടുക്കാത്തത് കാരണമാണ് ഇവർക്കൊക്കെ സ്വാഭാവികമായ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. എങ്കിലും ഹൈക്കോടതി അന്വേഷണത്തെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കണം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ, എന്തൊക്കെ വന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് സംഘമാണല്ലോ, അവരിലൊരു സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ ശ്രമത്തെ വിഫലമാക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കണം. കൂടെ ഹൈക്കോടതിയുടെ ശ്രമം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ഒരു ഫോഴ്സ് റെക്കണായിരിക്കും. അവർ വളരെ മികച്ച ഒരു നേട്ടം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കി. തലസ്ഥാനത്തെ കോർപ്പറേഷൻ സ്വന്തമാക്കി, തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അവർ നല്ല കോൺഫിഡൻസിലാണ്, നന്നായി വർക്കുകൾ നടക്കുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു കോൺഗ്രസ്സിന്? ഒരു തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനയും, പക്ഷേ ആശങ്കയുണ്ടാവും. BJPയുടെ ഈ കഴിഞ്ഞ കാലഘട്ട ചരിത്രത്തിലെ ഏറ്റവും മോശമായ റിസൾട്ടായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അതിൻ്റെ കാരണം താങ്കൾ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെയാണ്. ഈ 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ നമ്മളതിനെ കണക്കെടുത്താൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. 2009 തെരഞ്ഞെടുപ്പിനേക്കാൾ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു.
2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 2015 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു, 19 20 ലഭിച്ചു. പക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി BJPയുടെ ഏറ്റവും വലിയ ഡിക്ലൈനാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 19.3% വോട്ടുകളാണ്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 14.4% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5% ഡിക്ലൈനേഷൻ. അതായത് ഒരു മോഡി എറ എന്നൊക്കെ പറയുമല്ലോ, ഇവരുടെ ഒരു ന്യൂ ഏജ് ഇറ വന്നതിന് ശേഷം BJPയുടെ ഏറ്റവും വലിയ ഡിക്ലൈനാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ശരിയാണ് താങ്കൾ പറഞ്ഞത്, കോർപ്പറേഷനിൽ വിജയം നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായി BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി BJPയാണ് മുഖ്യ പ്രതിപക്ഷം. അവർക്ക് ഇവിടുത്തെ ഭരണവിരുദ്ധ, അതായത് കോർപ്പറേഷൻ മുച്ചൂടും മുടിച്ച CPMൻ്റെ ആ ഭരണവിരുദ്ധ വോട്ടുകൾ BJPക്ക് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് കണ്ട് കേരളത്തിലെ എത്ര തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്? ജില്ലാ പഞ്ചായത്ത് 2 ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 0 അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ ആകെ ഒരു പഞ്ചായത്തിൻ്റെയോ 2 പഞ്ചായത്തിൻ്റെയോ കൂടുതലാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അവർ ഭരിച്ചുകൊണ്ടിരുന്ന പല പഞ്ചായത്തുകളും, ഇപ്പോൾ പത്തനംതിട്ടയിലെ പഞ്ചായത്തുകൾ, പാലക്കാട്ടെ പഞ്ചായത്തുകൾ, പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് അവർ പുറകോട്ട് പോകാൻ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും BJPക്ക് 0 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുമാത്രമല്ല, എഴുതി വെച്ചോളൂ, BJPയുടെ കഴിഞ്ഞ, അതായത് ഈ ന്യൂ ഏജ് ഇറയിലെ ഏറ്റവും മോശം അവസ്ഥയായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് അവർ 4ഓളം സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ ഒരു കാലങ്ങളാണ്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിന് ഒരു പാർട്ടി അവരുടെ ഏത് പാർട്ടിയും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ്. അതിനൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അവരതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അവർ കുറേ കാലങ്ങളായി അവർ തിരുവനന്തപുരത്തെ കുറേയധികം സീറ്റുകൾ ജയിക്കണമെന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ ജയിക്കണം, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ അവകാശവാദങ്ങളാണ്. അതൊക്കെ അവർക്ക് അങ്ങനെ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ സീറ്റുകൾ ജയിക്കുമെന്നാണ്. പക്ഷേ ഉണ്ടായിരുന്ന നിയമം ക്ലോസ് ആവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇവർക്ക് ജയിക്കാൻ പറ്റുന്ന പല സീറ്റുകളിലും ഇവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇന്നലെ ഷാബു പ്രസാദ് BJPയുടെ ഒരു ചാനൽ ചർച്ചകളിൽ ഞങ്ങളുടെയൊക്കെ കൂടെ ഇരിക്കുന്ന മുഖമാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് ഏത് വിധേനയും കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ഈ നാട്ടിൽ നിന്ന് മുക്തമാകണം, അതിനു വേണ്ടിയിട്ട് BJP ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതുക്കും മേലെ എൻ്റെ ആഗ്രഹം പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് BJPക്കാർ പിണറായി വിജയൻ വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയുമായിട്ടാണ് കേരളത്തിലെ BJPക്കാർ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, BJP ഈ തവണ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കും. അത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒരു സീറ്റുകളിലും ജയിക്കാൻ പോകുന്നില്ല, കേരളത്തിലും ജയിക്കാൻ പോകുന്നില്ല. കാരണം അവർ പിണറായി വിജയനെ വിജയിപ്പിക്കാൻ പോവുകയാണെന്ന് പരസ്യമായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2021 കേസരി തന്നെ അങ്ങനെ ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. പക്ഷേ 2024 ഇങ്ങനെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആശയം ഇതാണ്. ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം കേരളത്തിലെ ജനതയിലുണ്ട്. ഞങ്ങളുടെ വിശ്വാസം എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമാണ്. ഞങ്ങളുടെ വിശ്വാസം എന്നുള്ളത് മുൻകാല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ്. ഞങ്ങൾക്ക് പരിപൂർണമായ ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു അത്തരത്തിലൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് കാരണമാകുന്നത് ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണയ്ക്കുന്നു. അവരെ തള്ളിപ്പറയാൻ കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുള്ള മുസ്ലിം ലീഗാണ് ഇപ്പോഴുള്ളത്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുക മുസ്ലിം ലീഗായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആകെ താറുമാറാകും കാര്യങ്ങൾ. ഇങ്ങനെയൊരു ചർച്ചയും പ്രചാരണവും നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ കേരളത്തിലെ BJPയും CPMും തമ്മിൽ എത്രമാത്രം ഐക്യമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. കാരണം ഇവർ രണ്ടുപേരുമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP കാലാകാലങ്ങളിൽ എന്താണോ കേരളത്തിലെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യം, അത് തന്നെയാണ് ഇന്ന് CPIM ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലൊരു ധാരണയുണ്ട് എന്ന് വളരെ പച്ചയായി നമുക്ക് പറയാൻ സാധിക്കും. നോക്കൂ, ഇതിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നോ ഇന്നലെയോ ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ല. അവർക്ക് വലിയ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രമുണ്ട്, സ്വാതന്ത്ര്യാനന്തര ചരിത്രമുണ്ട്. അവർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതുമാത്രമല്ല, അവരുടെ പൂർവികരായ പല നേതാക്കന്മാരും പാകിസ്ഥാനിലുണ്ടായ മുസ്ലിം ലീഗിലേക്ക് പോകുമ്പോഴും അവർ ഇന്ത്യയുടെ ഭരണഘടനയെ വിശ്വസിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിലാണ് ഞങ്ങളുടെ ഉൾക്കാഴ്ചയുള്ളത് എന്നും ഈ ജനാധിപത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നും പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവർക്ക് അങ്ങനെ ഒരു വലിയ പൈതൃകമുള്ള പ്രസ്ഥാനമാണ്. അവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല. അവർ ഈ കാലഘട്ടം അത്രയും, ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് CPMുമായി ചേർന്ന് നിന്നിട്ടുണ്ട്. അന്ന് ഇവർക്ക് തൊട്ടുകൂടായ്മയൊന്നും ഉണ്ടായില്ലല്ലോ. ഈ കഴിഞ്ഞ 2023 2024 വരെ
CPM ചുവന്ന പരവതാനി വിരിച്ച് മുസ്ലിം ലീഗിനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങ് പോരും, ഞങ്ങളുണ്ട് ഇവിടെ, നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പല പ്രാവശ്യം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ പറഞ്ഞാണ്. അപ്പോൾ അന്നൊന്നും ഇവർക്ക് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ വലിയ ശക്തിയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗ് ഇല്ലാതായാലും ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അങ്ങനെ ഒരു ആംഗിൾ എടുക്കൂ, കേരളത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതായാൽ ആ സ്പേസ് ആരാണ് എടുക്കാൻ പോകുന്നത്? ആ സ്പേസ് എടുക്കാൻ പോകുന്നത് എക്സ്ട്രീമിസ്റ്റ് സംഘടനകളായിരിക്കും. അതെ, ഇസ്ലാമിസ്റ്റുകളായിരിക്കും. കേരളത്തിൽ ജനാധിപത്യത്തെ ബോധമുള്ള, ഭരണഘടനയെ വിശ്വസിക്കുന്ന, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെന്നും മതേതരത്വം പുലരണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് പോലൊരു പ്രസ്ഥാനം ഇല്ലാതായാൽ കേരളം തകരുകയാണ്. കാരണം ആ സ്പേസ് പിന്നെ എടുക്കാൻ പോകുന്നത് ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് സംഘടനകളായിരിക്കും. അത് ഉണ്ടാകണമെന്നുള്ളതായിരിക്കും ചിലപ്പോൾ BJPയുടെയും CPMൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ആ ഒരു ആശയത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളിലാണ് UDF വന്നാൽ അവരാണ് ഭരിക്കാൻ പോകുന്നത്. നോക്കൂ, ഇപ്പോൾ CPM ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രഖ്യാപിത നയങ്ങളൊക്കെ എന്നാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലൊക്കെ CPMൻ്റെ കൂടെയാണ്. ഇവിടെ ഒരു പത്രവും, ഇപ്പം ഞങ്ങൾ വീക്ഷണം ഇതേവരെ ഏതായാലും എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല. ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി ക്രെഡിറ്റ് കൊടുത്ത പ്രസ്ഥാനമാണ്. ശരിയാണ്. ഞങ്ങൾ ഇതേവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കാര്യാലയത്തിലേക്ക് പോയിട്ടില്ല. സംസ്ഥാന കാര്യാലയം സന്ദർശിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി വിജയനാണ്. അതായത് അദ്ദേഹം തന്നെ അമീറിനെ കണ്ടുവന്ന് ചർച്ച നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമിയെയും വോട്ടും ഒക്കെ മേടിച്ചിട്ട് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് ഇവർക്ക് അകൽച്ച, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി മാറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റി ചിന്തിക്കുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയം ഇതാണ്. പിന്നെ ഞാനൊരു കാര്യം എപ്പോഴും പറയുന്നു, ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടാകില്ല. ഇല്ല. അതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞ ആശയം പിന്നീട് വന്നപ്പോഴാണ് വെൽഫെയർ പാർട്ടിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് മേടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മതരാഷ്ട്രവാദം ആരുന്നയിച്ചാലും ആ ഒരു കക്ഷിയുമായിട്ടൊന്നും ഞങ്ങൾക്ക് സഹകരിച്ചു പോകാൻ പറ്റില്ല. ആ സഹകരണം ഉണ്ടാവുകയില്ല. ഞങ്ങളൊരു കാരണവശാലും അവർക്ക് സീറ്റ് കൊടുത്തോ ഇല്ലെങ്കിൽ അവരുടെ കൂടെ വേദികൾ പങ്കിട്ടോ അത് അങ്ങനെ ഇതേവരെ ഉണ്ടായിട്ടുമില്ല. പിന്നെ സ്വാഭാവികമാണ്, തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില ആളുകൾ നമുക്ക് വോട്ട് ചെയ്യാൻ വരും. അത് പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ജയിക്കുമെന്ന് തോന്നുമ്പോൾ, ഇപ്പോൾ നാട്ടിലൊക്കെ 2-3 വോട്ടുള്ളവരൊക്കെ പറയും എൻ്റെ പിന്തുണ ഇന്ന് അവർക്കാണ്, കാരണം നമ്മൾ ജയിക്കും എന്ന് ഉറപ്പുള്ളപ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ പിന്തുണയ്ക്കാൻ വരും. അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും വരുന്നുണ്ട്. അവരുടെ ഒന്നും പൂർണ്ണമായ എല്ലാ ക്രെഡിറ്റും എടുക്കാനൊന്നും ഇവിടെ, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യാനൊന്നും UDFന് സാധിക്കില്ല. UDFന് ഈ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉള്ള നിലപാടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രസ്റ്റഡ് അലൈയാണ്, ഈ രാജ്യത്തിൻ്റെ ട്രസ്റ്റഡ് അലൈയാണ് മുസ്ലിം ലീഗ്. അതിനകത്ത് ഒരു സംശയമില്ല. അതിനെ എത്രമാത്രം മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ എത്തും. ഓക്കെ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, പേടിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ UDF സംവിധാനത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ? അല്ല, ഒരിക്കലുമില്ല. അപ്പോൾ നമുക്ക് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ മുസ്ലിം സംഘടനകളുമായിട്ടും ക്രൈസ്തവ സംഘടനകളുമായിട്ടും ഒക്കെ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിപ്പോൾ അതിനകത്തൊന്നും ഒരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഈ ചർച്ച നടത്തുമ്പോൾ ഒരു വാക്ക് പറയുകയും പ്രവൃത്തിയിൽ വേറെ ഒന്ന് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ക്രിസ്തുമസിന് പള്ളികളിലൊക്കെ പോയി അദ്ദേഹം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ കണ്ടു. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ക്രൈസ്തവ സംഘടനകളെ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായത്. എത്രയോ സ്ഥലങ്ങളിലാണ് BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ BJPയുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ കന്യാസ്ത്രീകൾ അടക്കമുള്ളവരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. പക്ഷേ ഇതിനൊന്നും തള്ളിപ്പറയാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചോ? ഇവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടികൾ എടുക്കാൻ അവർക്ക് സാധിച്ചു? അപ്പോൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, പ്രവൃത്തിയിലാണ് കാര്യം. നാഴികയ്ക്ക് 40 വട്ടം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്, അവർക്ക് ഈ രാജ്യത്ത് യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന ആളുകൾ അവരെ വിളിച്ച് കണ്ട് കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുത്തു എന്ന് കരുതി ഈ നാട്ടിൽ ആർക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു, ഏതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാവരെയും, ഇന്ത്യയുടെ പ്ലൂരലിസം അതാണ്, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ രാജ്യത്ത് ഒരു സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ പ്രവൃത്തിയും വാക്കുകളും ഒന്നാകണം എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ. ഇന്ന് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ ശബരിമല വിഷയമൊക്കെ സംസാരിച്ചു. നവകേരള സർവേ കോടതി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുകയാണ്.
സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുന്നു. സർക്കാരിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ ഏറെക്കുറെ സർവേ പൂർത്തിയായി, പ്രസിദ്ധീകരിക്കാൻ അവസരമില്ല. പക്ഷേ അവർക്ക് ഈ LDF സംവിധാനത്തിന് അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാണ് കോടതി ഒരു ഇടപെടലുണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ സർവേ നടത്താൻ പോയവർ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഓടിയെന്നാണ് കേട്ടത്. കാരണം പറഞ്ഞവരെല്ലാവരും അദ്ദേഹത്തെ പറ്റി ചീത്തയാണ് പറയുന്നത്. നോക്കൂ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുബാസും അവരാണ് ഇതിൻ്റെ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചത്. KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു വക്കീലന്മാരായി നിന്നത്. അതിനകത്ത് പ്രധാനമായി പറഞ്ഞത് ഇവർക്ക് മാനിഫെസ്റ്റോ ഉണ്ടാക്കണമെങ്കിൽ ഈ നാടിനെ മുഴുവൻ കട്ടെടുത്ത് അല്ലെങ്കിൽ കോഴപ്പണമായിട്ട് ഒരുപാട് പണം ഉണ്ടാക്കി AKG സെൻറ്ററിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് നാട്ടിൽ ഇറങ്ങി ആ ആളുകളോട് ചോദിച്ച് മാനിഫെസ്റ്റോ ഉണ്ടാക്കാം. ഇനി അതിനും നമ്മുടെ കാശ് വേണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പഴമൊഴി പറയുക, അതായത് ഈ കള്ളത്തിൽ ചതി പാടില്ല, ചതിയിൽ വഞ്ചന പാടില്ല, വഞ്ചനയിൽ തട്ടിപ്പ് പാടില്ല എന്ന് പറയും. ഇത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ്. സത്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തി, അത് വലിയ കള്ളമായിരുന്നു. പക്ഷേ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷേ അയ്യപ്പ സംഗമത്തിൽ തട്ടിപ്പ് നടത്തി, അതിൽ വലിയ വഞ്ചന നടക്കുകയാണ്. ഇനി അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നവകേരള സർവേ നടത്തുന്നത്, അതിൽ വരെ വലിയ തട്ടിപ്പ് നടത്തുകയാണ്. കാരണം നമ്മുടെ പണം തന്നെയാണ് പോകുന്നത്. ഈ കേരളത്തിൽ ഇവർ ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ ടെമ്പററി ജോലികൾ നമുക്ക് കേരളത്തിലെ സാധാരണപ്പെട്ട യുവതി യുവാക്കളൊക്കെ +2 കഴിഞ്ഞാൽ പെട്ടെന്ന് പറന്ന് വിദേശത്തേട്ട് പോകുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് ഇവിടെ ഒരു ജോലി ലഭിക്കുന്നില്ല, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, ഇതൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഈ കേരളത്തിലെ സർക്കാർ വന്ന് അട്ടിമറിക്കപ്പെടുകയല്ലേ ചെയ്തത്. ഇപ്പോൾ PSC പോലെയുള്ള സ്ഥാപനങ്ങൾ, PSCയിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും യുവതി യുവാക്കളെ ഇന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കുറേയധികം ആളുകൾ ഇപ്പോഴും 1ാം റാങ്ക് കിട്ടിയവന്, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എന്താ കാണുന്നത്? 1ാം റാങ്ക് PSC കിട്ടിയവന് ജോലിയില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം കാണുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരൻ പിന്നെ എന്നാൽ ഞാൻ PSC പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കും? ഒരിക്കലും വിചാരിക്കില്ല. അങ്ങനെ PSCയെ തകർത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ തട്ടിപ്പ്. PhDകൾ, ഡോക്ടറേറ്റുകൾ എടുത്തവരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല. അത് ഡോക്ടറേറ്റുകൾ, വ്യാജ ഡോക്ടറേറ്റുകൾ, സ്ഥാപനങ്ങളെ തകർക്കുക. ഇങ്ങനെ ഈ നാട്ടിലെ വിദ്യാഭ്യാസവും ചെറുപ്പക്കാരുടെ സ്വപ്നവും മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ നവകേരള സർവേയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ പുറത്തേട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവർക്കുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇവർ പുറത്തേട്ട് പോകുന്ന എപ്പോഴെങ്കിലും കേരളത്തിലെ സർക്കാർ, ഞാനെപ്പോഴും ചിന്തിക്കുന്നത് കേരളത്തിലെ ഏത് മുന്നണി അധികാരത്തിൽ വരുമ്പോഴും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പ്രധാനമായി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശയം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവതി യുവാക്കൾ ഇത്രയധികം വിദേശത്തേട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ചോദ്യമല്ലേ? കാരണം ആ ചോദ്യമാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലാണ് മൈഗ്രേഷൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്നലെ മറ്റൊരു റിപ്പോർട്ട് കാണുന്നത് കണ്ടു, പത്തനംതിട്ടയിൽ ഏതാണ്ട് 50,000-ഓളം വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്, ആളുകളില്ല. അല്ലെങ്കിൽ കുറേയധികം പണം ഉടമസ്ഥരില്ലാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ വീടുകളിലെല്ലാം വലിയ വൃദ്ധാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ആളുകളില്ല പ്രായമായ. ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ പുറത്തേട്ട് പോകുന്നതെന്നും അതിന് ഏറ്റവും ഒരു സൊല്യൂഷനല്ലേ ഒരു സർക്കാർ കാണും. പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയില്ല. അവരെ പിടിച്ചു നിർത്താനോ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇങ്ങനെ നവകേരള സർവേയുമായൊക്കെ നാട്ടുകാരെയും പറ്റിച്ച് കുറേയധികം പാർട്ടിക്കാർക്ക് ഇങ്ങനെ ടെമ്പററി വേക്കൻസിയിൽ ജോലിയും കൊടുത്ത് കുറേ കൂലിത്തല്ലുകാരെ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഈ സർക്കാരിന് വേറെ ഒന്നും ചെയ്യാനില്ല. നാടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്, നാടിനെ കട്ടുമുടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ കൊച്ചിയിൽ ഒരു ബംഗാളി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ബംഗാളി ചോദ്യം ചോദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വലിയ ട്രോളുകൾ CPM-ൻ്റെ പേജുകളിലുണ്ടായി. എന്തുകൊണ്ടാണ്? ഇപ്പോൾ എനിക്കതിന് ഉത്തരം പറയാൻ സാധിക്കും. കാരണം അതിൻ്റെ കാര്യം ബംഗാളി ചോദിച്ചത് ഇതാണ്: ഞങ്ങളുടെ നാട്ടിൽ ഇത് ഒരു തൊഴിലുമില്ല, യാതൊരു വിധത്തിലുള്ള സൗകര്യവുമില്ല, ഇവിടെ തൊഴിലുമുണ്ട് മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരിനെ പ്രകീർത്തിച്ചതല്ല, 35 കൊല്ലം ഒരാശയം അവിടെ നടപ്പിലാക്കി നാടിനെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് ബംഗാളിനെ ഇന്നത്തെ അവസ്ഥയാക്കി. ആ ബംഗാളിൽ നിന്നും എല്ലാ ബംഗാളികളെയും നാട് വിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ച് ആ നാട്ടിലൊരു തൊഴിലില്ലാതെ ഒരു പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ എന്താ? കേരളത്തിൽ മാറി മാറി സർക്കാരുകൾ വരികയാണ്. UDF സർക്കാർ വരും, LDF സർക്കാർ വരും. UDF സർക്കാരിന് കുറേ നേട്ടങ്ങളുണ്ടാകും. UDF സർക്കാരിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ LDFനെ തുടർച്ചയായി കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കേരളം ഇത്ര വളർന്നത്. ഇങ്ങനെ കാണുന്ന ആ ബംഗാളിലെയും അവസ്ഥ തന്നെ കേരളത്തിൽ ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ഇനിയും എന്താ പറയുന്നത്
വെളിച്ചമുള്ള അല്ലെങ്കിൽ ഇനിയും ബുദ്ധി നശിക്കാത്ത ആ സാംസ്കാരിക നായകരുടെ കുറേ ആളുകളെങ്കിലും പറയണത് ഇനി മേലാൽ ഈ ആളുകൾ ഇനി ഭരിക്കാൻ വരരുത്, ഭരിച്ചാൽ നാട് മുടിയുമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. അല്ല, ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ്. യുവാക്കൾ ഒട്ടേറെ ആശങ്കാകുലരാണ്. പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ യുവാക്കൾക്ക് വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം കിട്ടുമോ? ഞാൻ ആ വേണ്ട രീതിയിൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കഴിഞ്ഞ പ്രാവശ്യവും യുവാക്കൾക്ക് സീറ്റ് കൊടുത്തു. പക്ഷേ ജയിച്ചത് വളരെ കുറച്ച് പേർ മാത്രമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അന്വേഷണം നടത്തിയപ്പോൾ ഈ പ്രവർത്തന മേഖലയിൽ തന്നെ മത്സരിക്കാൻ അവസരം കൊടുത്താൽ വിജയിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരാളെ കെട്ടിയിറക്കി മത്സരിപ്പിച്ചാൽ എല്ലാവരും ജയിക്കണമെന്നില്ല. ആ ഒരു സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കുമോ? അതായത് ഒരു ആൾക്ക്, ഒരു കാൻഡിഡേറ്റിന് ഏറ്റവും യോജിച്ച മണ്ഡലം തന്നെ കൊടുക്കണം. അങ്ങനെ തീർച്ചയായിട്ടും. അപ്പോൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ യുവാക്കൾക്ക് അധികം സീറ്റുകൾ ലഭിക്കുകയുണ്ടായി. പക്ഷെ എന്ന് കരുതി യുവാക്കൾ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്രയോ മുതിർന്ന നേതാക്കന്മാരും പരാജയമടഞ്ഞു. ശരിയാണ്. അത് മാത്രമല്ല എത്രയോ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഏറ്റവും ഗ്രൗണ്ടഡ് ആണ് എന്ന് നമ്മളൊക്കെ കരുതി എത്രയോ ആളുകളും പരാജയമടഞ്ഞു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ നോക്കൂ, ഒരു ആളെ, ഒരു കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ ആ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നതിൻ്റെ പല ഘടകങ്ങളുണ്ട്. ഇത് വോട്ട് മേടിക്കുക, ജയിക്കുക എന്നുള്ളതാണ്. വിന്നബിലിറ്റിയാണ് ഏതൊരു നിയോജക മണ്ഡലത്തിൻ്റെയും ഏറ്റവും വലിയ ആപ്തവാക്യം. ശരിയാണ്. ആ വിന്നബിലിറ്റി എടുക്കുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊന്ന് ആ മേഖലയിലെ പ്രവർത്തനങ്ങളുണ്ടാകാം. 2 ആ മേഖലയിലെ മറ്റ് സമവാക്യങ്ങളുണ്ടാകാം, ഡെമോഗ്രഫികളുണ്ടാകാം. 3 ആ മേഖലയിൽ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഒരാളെ നമ്മൾ വെക്കേണ്ടി വരികയുണ്ടാകാം. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ, അതൊക്കെ പാർട്ടി നേതൃത്വം, എല്ലാ പാർട്ടി നേതൃത്വങ്ങളും. നോക്കൂ, CPM തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കാണുന്ന സ്ഥലങ്ങളിലായിരിക്കില്ല, ആ സ്ഥാനാർത്ഥി ആയിരിക്കില്ല മറ്റൊരു സ്ഥലങ്ങളിലായിരിക്കും അവർ വരുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആപ്തവാക്യം വിന്നബിലിറ്റിയാണ്. ഓക്കെ, അത് പല ഘടകങ്ങൾ കൂടിയാണ്. ആ വിന്നബിലിറ്റി നോക്കി ഈ തവണയും സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട നടപടികളൊക്കെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സർവേകളുണ്ട്, അതുപോലെ തന്നെ പാർട്ടി നേതൃത്വങ്ങളുമായിട്ടുള്ള നിരന്തരമായ ചർച്ചകളുണ്ട്, പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായ സ്വരൂപണമുണ്ട്. പല സോഴ്സിൽ നിന്നും അതിൻ്റെ ഡാറ്റകൾ എടുത്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി പ്രോട്ടോക്കോളുകൾ അനുസരിച്ചും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടതുണ്ട്. പല ഘടകങ്ങളാണല്ലോ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് വരുന്നത്. ശരിയാണ്. ഇതിലേറ്റവും അനുയോജ്യമായ വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യം. അതിൽ തന്നെ യുവാക്കളുടെ പങ്ക് കൂടുതൽ വേണം എന്നുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൊടുത്ത സീറ്റുകളൊക്കെ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് എടുത്താൽ നമുക്കറിയാം ഏതൊക്കെ യുവാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായി നിന്ന ആളുകൾക്കൊക്കെ സ്ട്രൈക്ക് റേറ്റ് നമുക്ക് നോക്കിയാൽ ഒരു 50-60% മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. നിർത്തിയ ഏറ്റവും പരാജയപ്പെടുമെന്ന് കണ്ട് ലീഡർഷിപ്പ് നിർത്തിയ സീറ്റുകളിലൊക്കെ വലിയ വിജയമുണ്ടായിട്ടുണ്ട്. ഞാൻ ആരുടെ പേരുകളെടുത്ത് മെൻഷൻ ചെയ്യാത്തതാണ്, ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ യുവാക്കൾക്ക് ഒരു വോട്ടുണ്ട് ഈ നാട്ടിൽ. ആ വോട്ട് പുതിയ പ്രതീക്ഷകളുടെ വോട്ടാണ്. അപ്പോൾ അത് നമുക്ക് മാക്സിമം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുവേണ്ടി കൂടുതൽ യുവാക്കളുടെ പങ്കും ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, 50% സ്ത്രീകൾക്കും യുവാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ പങ്ക് UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകളൊക്കെ യൂത്ത് കോൺഗ്രസുമായും KSUമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി ലീഡർഷിപ്പ് നടത്തുന്നുണ്ട്, സ്ക്രീനിങ് കമ്മിറ്റി നടത്തുന്നുണ്ട്, ദേശീയ നേതൃത്വം വന്നപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ആറന്മുളയിൽ പ്രതീക്ഷിക്കാമോ അബിൻവർക്ക്? ഇല്ല, അങ്ങനെയൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടി കടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയറുകൾ പൂർത്തീകരിച്ചിട്ടാണ്. അത് മാത്രമല്ല, ഒരു മാർച്ചിൽ എനിക്ക് തോന്നുന്നത് 2ാമത്തെ ആഴ്ചയോടുകൂടിയാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ. അതിനോടനുബന്ധിച്ചൊക്കെയാണ് ഒരു പൂർണ്ണമായ പേരുകൾ വെച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും. ഇതൊക്കെ വളരെ പ്രിമച്വറായ ഒരു ചർച്ചകൾ മാത്രം. ഓക്കെ, ഇപ്പോൾ ജെൻസി യുവാക്കൾ, പുതിയ വോട്ടർമാർ വലിയൊരു കൃത്യമായ ഒരു വിധിയെഴുത്ത് നടത്തും. അവരുടെ അത് നിർണായകമായിരിക്കും. അവരെ സ്വാധീനിക്കുക. അവർക്ക് തീർച്ചയായും എനിക്ക് തോന്നുന്നു, ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും ഇന്ന പാർട്ടിയിലായതുകൊണ്ട് ഞാൻ ആ പാർട്ടിയിൽ തന്നെ പിന്തുടരണം, അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരായിരിക്കില്ല. അവർക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് അവർ ചെയ്യും. അവരെ സ്വാധീനിക്കാൻ
കൃത്യമായി കഴിയുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ജെൻസിയുടെ വോട്ടുകൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ KSUവിൻ്റെ ജെൻസി കണക്ട് എന്നൊരു പരിപാടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തി അവസാനിച്ച ഒരു പരിപാടി ഉണ്ടായി. എല്ലാ ജില്ലകളിലെയും ജെൻസി അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ആളുകൾ, യുവതി യുവാക്കളുമായിട്ടുള്ള ചർച്ചകളും അവരുടെ സ്വപ്നങ്ങൾ എന്താണ് അത് വെച്ചുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ, സ്റ്റുഡൻറ്റ് മാനിഫെസ്റ്റോയും യൂത്ത് മാനിഫെസ്റ്റോയും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ജെൻസി കമ്മ്യൂണിറ്റിയുടെ റീച്ച് എടുത്ത് നോക്കിയാൽ ജെൻസി ഏറ്റവും കൂടുതലുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ളവരെ സ്വന്തമായിട്ടുള്ളവരെന്നാണ് വിളിക്കുന്നത് കുട്ടികൾ. അപ്പോൾ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലാണ് ജെൻസി ഉള്ളത്. അല്ലെങ്കിൽ അതും കഴിഞ്ഞ് സ്നാപ്ചാറ്റിലേക്കൊക്കെ ജെൻസി മാറിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഒരു 30 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. ഇപ്പോൾ അവർ എല്ലാം ചേക്കേറി ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കൂ, ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഹീറോ, പൊളിറ്റിക്കൽ ഹീറോ ആരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് നരേന്ദ്രമോദിക്ക് ഉള്ളതിനേക്കാൾ വലിയ റീച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ രാഹുൽ ഗാന്ധിക്കുള്ളത്. രാഹുൽ ഗാന്ധിയുടെ റീച്ച് യുവതി യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ സർവേകളൊക്കെ ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിൽ അതിൻ്റെ സർവേയൊക്കെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ജെൻസി വിദ്യാർത്ഥിനികളുടെ ഇടയിലുള്ളൊരു ഐക്കണാണ്. അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പല അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ള ഇടപെടലുകളും, അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ നേതാക്കൾ, ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസമുള്ള ഇടപെടലുകൾക്കാണ്. ഇപ്പോൾ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ അവരുമായിട്ടുള്ളൊരു ചർച്ച നടത്തുകയുണ്ടായി. ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഈ ദലിത് കമ്മ്യൂണിറ്റികളും മറ്റ് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള വലിയ ഒരു കണക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മൾ ജെൻസി വിദ്യാർത്ഥിനികളോട് ആവശ്യപ്പെടുന്ന കാര്യം, എന്താണ് നിങ്ങളുടെ സ്വപ്നം? ഒരു UDF സർക്കാർ വന്നാൽ എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്ന കേരളം? ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ എല്ലാ നേതാക്കന്മാരും എല്ലാ കണക്ടിവിറ്റി പ്രോഗ്രാമുകളിലും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് UDF വന്നാൽ നിങ്ങൾ കാണുന്ന കേരളം? അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പരിപാടികളും മുന്നോട്ടുള്ള ആശയങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ യൂത്ത് മാനിഫെസ്റ്റോ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ആ യൂത്ത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നാളത്തെ കേരളത്തിൽ എന്താണ് ഇന്നത്തെ യുവതി യുവാക്കൾക്ക് ആവശ്യം? ഞാൻ സ്വപ്നം കാണുന്ന കേരളത്തിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുന്ന കേരളത്തിൽ എനിക്ക് ഇവിടെ മാന്യമായി തൊഴിൽ ചെയ്ത് മാന്യമായ ഒരു സാലറി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. എനിക്ക് ഈ ലോകത്തിലെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസം എനിക്ക് ഇവിടെ കിട്ടാൻ സാധിക്കണം. ഇപ്പോൾ 2015 നമ്മൾ നഷ്ടപ്പെടുത്തിയ 10 കൊല്ലത്തിൻ്റെ ഒരു കഥ ഞാൻ പറയാം. 2015 ശ്രീനിവാസൻ സാറിനെ കൊണ്ട് നമ്മൾ ഈ കോവളത്ത് വിദേശ സർവകലാശാലകളുമായി ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചു. എന്തായിരുന്നു ചർച്ച? ഒരു ടൈഅപ്പ് പ്രോഗ്രാമാണ്. വിദേശ സർവകലാശാലകളുമായി കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു ടൈഅപ്പ് പ്രോഗ്രാം ഉണ്ടാക്കി. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആ സർവകലാശാലയിൽ കിട്ടുന്ന കോഴ്സുകൾ ഇവിടെ പഠിക്കുവാനും, ഇപ്പം നമ്മുടെ ഒരു ഡിഗ്രി കോഴ്സിൽ 2 കൊല്ലത്തെ കോഴ്സ് ഇവിടെ പഠിച്ച് 3 കൊല്ലത്തെ കോഴ്സ് വിദേശത്ത് പഠിച്ച് അവർക്ക് അതുമായി തിരിച്ചിവിടെ വന്ന് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, നമുക്ക് കേരളത്തിലെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഇന്ന് അതാണ്. കേരളത്തിലെ പല ക്യാമ്പസുകളും, ഇപ്പോൾ കേരളത്തിലെ എറണാകുളത്തെ പല മുൻനിര ക്യാമ്പസുകളും ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 കൊല്ലം ഇവിടെ പഠിക്കുക, 3 കൊല്ലം വിദേശത്ത് പോയി പഠിക്കുക, ആ വിദേശ പഠനത്തിൻ്റെ എക്സ്പീരിയൻസുമായി തിരിച്ചു വന്ന് ജോലി ചെയ്യുക. നമ്മൾ നഷ്ടപ്പെടുത്തി 10 കൊല്ലം. അന്ന് SFIക്കാരൻ ശ്രീനിവാസൻ സാറിൻ്റെ ചെകിട്ടിൻ്റെ അടിച്ച ആ പരിപാടിയെ കലക്കിക്കളഞ്ഞു. എന്നിട്ട് 2024 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നമുക്ക് വിദേശ സർവകലാശാലകളുമായി ടൈഅപ്പ് വേണം. 10 കൊല്ലമാണ് നഷ്ടപ്പെടുത്തിയത്. ഒരു കേരളത്തിലെ 10 കൊല്ലത്തെ ക്രീം ഓഫ് 2 ജനറേഷൻ കുട്ടികളെല്ലാം വിദേശത്ത് കടന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ ബോധോദയം ഉണ്ടായത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ കേരളത്തിൽ വരണം. കേംബ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെയും ക്യാമ്പസുകൾ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യണം. അതിന് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെ പഠിക്കുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കാനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാഭ്യാസം ഇവിടെ നിന്നും അവിടെ നിന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, തൊഴിലിടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ എങ്ങനെയാണ്, പണ്ടത്തെ മൈഗ്രേഷൻ്റെ പ്രത്യേകത ഇപ്പോൾ ഗൾഫാണ്. തിരികെ എത്തുന്നത് മാത്രമല്ല, ഇപ്പോൾ പണ്ട് ഒരു ഗൾഫിൽ ഒരാൾക്ക് ഒരു 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ അയാൾ ഏറ്റവും മിനിമലായിട്ടുള്ളൊരു ചിലവ് കഴിഞ്ഞ് ബാക്കി പണം കേരളത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ അയക്കുമ്പോൾ എന്താണ്, ഇവിടുത്തെ വീട്ടുകാർ ഒന്നുകിൽ ഒരു വീട് പണിയും, നാട്ടിലെ പലചരക്ക് സ്ഥാപനത്തിൽ കച്ചവടം ഉണ്ടാവും, നാട്ടിലെ ടെക്സ്റ്റൈൽ ഷോറൂമിൽ കച്ചവടം ഉണ്ടാവും, നാട്ടിലെ പലവിധമായ കടകളിൽ കച്ചവടം ഉണ്ടാവും. ഈ റൊട്ടേഷൻ ഓഫ് മണി കേരളത്തിൽ നടക്കുകയാണ്. അങ്ങനെയാണ് കേരളം ഇത്രമേൽ ഒരു സമൃദ്ധി ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്താണ്?
ഇന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സാഹചര്യം, ഞാൻ മധ്യ കേരളത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ സാഹചര്യം എന്താ, ഒരു +2 കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി കോഴ്സ് പഠിക്കാൻ വേണ്ടി UK കാനഡയിലോട്ടോ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവൻ ആ കോഴ്സ് കഴിഞ്ഞ് 2 കൊല്ലത്തെ സ്റ്റേ ബാക്കും കഴിയുമ്പോൾ അവനൊരു കല്യാണം കഴിക്കും, ഉറപ്പാണ്. അപ്പം നാട്ടിൽ നിന്നൊരു നേഴ്സിനെ, പ്രധാനമായും അവരെ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, നേഴ്സിനെ ചൂസ് ചെയ്ത് വിദേശത്ത് കൊണ്ടുപോകുന്നു. വിദേശത്ത് ഇവർ രണ്ടുപേരും ചെന്ന് കുട്ടികളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ അപ്പനമ്മമാരെ വിളിച്ച് വിദേശത്തേട്ട് കൊണ്ടുപോകുന്നു. അവിടെ ഒരു വീട് മേടിക്കുമ്പോൾ അവരുടെ ലൈഫ് ലോങ് ഡെപ്റ്റിലേക്ക് മാറുകയാണ്. ഒരു വീട് മേടിക്കണമെങ്കിൽ വിദേശത്ത് UK 4 കോടി 5 കോടി 6 കോടി ചിലവാണ്. 30 കൊല്ലത്തെയൊക്കെയാണ് EMI ഇടുന്നത്. 30 കൊല്ലത്തെ ഈ EMI ഇട്ട് ഒരു വീട് മേടിച്ചാൽ അവൻ്റെ ജീവിതകാലം 60-65 വയസ്സ് വരെ അവൻ പണിയെടുത്താൽ, അവർ രണ്ടുപേരും തൊഴിലെടുത്താൽ മാത്രമേ ആ കടം വീട്ടാൻ സാധിക്കുള്ളൂ. അതിനവർ ചെയ്യുന്ന മാർഗ്ഗം എന്താ, നാട്ടിലെ വീട് സ്ഥലവും കൂടെ അങ്ങ് വിൽക്കും, എന്നിട്ട് അത് കൊണ്ടുപോയുള്ളൂ. നാടുമായി ഡിസ്കണക്റ്റഡായി ആ തലമുറ ഇനി ഈ നാട്ടിലേക്ക് വരില്ല. അപ്പോൾ ഈ പഠിക്കാൻ പോയതിൻ്റെ എന്തെങ്കിലും ഒരു ഉപകാരം ഈ നാട്ടിൽ ലഭിക്കുന്നുണ്ടോ? നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിനെ കുറ്റം പറയരുത് ഒരിക്കലും. കാരണം എന്താ, മഹാത്മാഗാന്ധി വിദേശ വിദ്യാഭ്യാസം നേടിയാളാ, ജവഹർലാൽ നെഹ്റു വിദേശ വിദ്യാഭ്യാസം നേടിയല്ല, ഈ നാട്ടിലെ പല ആളുകളും മൻമോഹൻ സിംഗും ശശി തരൂരും ഒക്കെ വിദേശ വിദ്യാഭ്യാസം നേടിയ റിസൾട്ട് ഈ നാട്ടിലാണ് ഉപയോഗപ്പെട്ടത്. ആ റിസൾട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് കേരളം. അപ്പം അതിന് പറ്റിയ പദ്ധതി, അതിന് ഒരുപാട്, ഞാനിതൊരു ത്രെഡാണ് പറഞ്ഞത്. ഈ ത്രെഡിന് ചുറ്റും എന്താണ് യുവാക്കൾ ആഗ്രഹിക്കുന്ന, ഇൻഫ്രാസ്ട്രക്ചർ വേണം, സൗകര്യങ്ങൾ വേണം, അവരാഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ വേണമെന്നേ. അതൊന്നും നമ്മൾ പൂർണ്ണമായി ഇനി സമൂഹം കണ്ണടച്ച് നമ്മളങ്ങനെ വലിയ എന്താ പറയുക സദാചാരബോധം ഉണർത്തിയിട്ടൊന്നും കാര്യമില്ല. അവരാഗ്രഹിക്കുന്ന ചില സൗകര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, എല്ലാ സൗകര്യവും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, അവരാഗ്രഹിക്കുന്ന പല സൗകര്യങ്ങളുണ്ടാവും, കൊടുക്കാൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന സമൂഹമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ കേരളം എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ് ഓഫ് അജണ്ട. ആ അജണ്ട മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ജെൻസി കണക്റ്റഡ് ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, എന്തായാലും കൃത്യമായ നിലപാടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അബിൻ വർക്കിക്ക്. കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് വളരെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും ചാനലിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.